ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എല്ലാവരുടെയും ഒരു അടിപൊളി ഹാപ്പി ക്രിസ്മസ് ആദ്യമേ ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണണം, ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഒരിക്കലും ഫിൽറ്റർ ആണെന്നോ അല്ലെങ്കിൽ എസൻസ് ആയിട്ടുള്ള എസൻസോ ആർട്ടിഫിഷ്യൽ എസൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും തന്നെ ഞാൻ ഈ കേക്കിൽ ചേർത്തിട്ടില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയില്ല, ക്യാരറ്റും ഓറഞ്ചുമാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5-6 ഓറഞ്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഒരു വലിയൊരു ഓറഞ്ചാണ്, അതിൻ്റെ അകത്ത് എന്തോ വലിയൊരു പുഴു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇനി ഇതിൻ്റെ എസൻസ് ആണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ സ്കിൻ എടുക്കുകയാണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ഇത് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഓറഞ്ചിന് കിട്ടും. ഇതിലിപ്പോൾ ഈ ഒരു വൈറ്റ് ഭാഗം നമ്മൾ കാണരുത്. ഇതുമാതിരി അതിൻ്റെ സ്കിന്ന് മാത്രം റിമൂവ് ചെയ്തെടുക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇതുമാതിരി ചില്ലറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുമാതിരി നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് വേണം. ഞാനിപ്പോൾ ഒരു 4 ഓറഞ്ചിൻ്റെ തന്നെ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ കിനു ആണ് കേട്ടോ സംഭവം. ഓറഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് അല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഓറഞ്ച് തന്നെ എടുക്കാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു 2 ഓറഞ്ചിൻ്റെ നീര് നമുക്ക് വേണം. അപ്പോൾ ഞാൻ എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും 2 ഓറഞ്ചിൻ്റെ നീരൊന്നുമല്ല. പിന്നെ അതുപോലെ ഇതുപോലെ ഒരു വലിയൊരു ക്യാരറ്റും കൂടെ നമുക്ക് വേണം. ഇത് ഹൽവയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞാൻ ഹരിയാനയിലാണ്. അപ്പം ഇവിടെ നമുക്ക് വിൻ്റർ സമയത്ത് ഇതുപോലെ ഹൽവ ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റ് കിട്ടും. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല കളറും കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ അളവ് കേട്ടോ. ഇതിലുള്ള അളവ് ഫുള്ളും നമ്മൾ എടുക്കുന്നത്. ഈ കപ്പ് 1/4 കപ്പ് അളവിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി, ഒരു 1/2 കപ്പ് അളവിൽ ക്യാരറ്റ്. ഇനി ഇതിൽ 1 കപ്പ് അളവിൽ നമ്മൾ മൈദയാണ് എടുക്കുന്നത് കേട്ടോ. 1 കപ്പ് അളവിൽ മൈദ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 2-3 നുള്ള് നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് നല്ല മാതിരി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നല്ല വലിയ കല്ലെന്തെങ്കിലും ഉണ്ടോ, ഇതിലിപ്പോൾ ഒന്നും തന്നെ ഇല്ല, നിങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സ്പാച്ചില വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാൽ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാര, 2 ഏലക്ക. ഇതിൽ നമ്മൾ വാനില എസൻസ് പോലും ചേർക്കുന്നില്ല, ഏലക്കയാണ് ചേർക്കുന്നത്. അത്രയും ഇട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുക്കുക. പാത്രത്തിൻ്റെ ഭംഗിയുണ്ട്, കേക്കിനും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ടേസ്റ്റ് ഇല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. സൂപ്പറാണ്. ഇതിലോട്ട് ഞാൻ 3 മുട്ട ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 മുട്ട മതിയെങ്കിൽ അത് മതി കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ട എടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളൊരു ബൂസ്റ്റൊക്കെ കുടിച്ച് നിൽക്കേണ്ടി വരുന്നത് കേട്ടോ. കുറച്ചൊന്ന് അടിച്ച് നമുക്ക് ഇവനെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് പതപ്പിച്ച് ഒന്ന് പതഞ്ഞ് വരുന്ന സമയം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഏലക്കയും പഞ്ചസാരയും. നിങ്ങൾക്ക് ഇനി ഏലക്ക ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ഏലക്ക ഇട്ടില്ലെങ്കിലും വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ അധികം തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ സ്കിന്ന് നല്ല മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ കേക്ക് ഫുള്ളും. പിന്നെ കടിക്കാനായിട്ട് നമ്മുടെ ക്യാരറ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു നമ്മൾ അടിച്ച് നല്ല വെള്ളയായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1/4 കപ്പ് അളവിൽ ആ കപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ആ കപ്പ് അളവിൽ ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ഏതെണ്ണ വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏതെണ്ണ വേണമെന്ന് ചേർക്കാം. അതും കൂടെ ജസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് പൗഡർ, പിന്നെ ഉപ്പും കൂടെ ഇട്ടില്ലായിരുന്നോ, അതും കൂടെ എടുത്ത് ഇതേമാതിരി ഒരുപാട് സ്പീഡിൽ ചെയ്യരുത് കേട്ടോ. ഞാൻ ഇത് ഇത്തിരി ഓട്ടിച്ച് വിടുകയാണ് വീഡിയോ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത്രയും ഇട്ട് കൊടുത്ത് ഒരു വശത്ത് നിന്ന് ഉള്ളിലോട്ട് എടുക്കുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാടിട്ട് അങ്ങ് മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ച്, ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയാത്തത് എന്താ വെച്ചാൽ 2 ഓറഞ്ചിൻ്റെ നീരെന്ന് പറയും. നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോൾ എത്രയാണോ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ തന്നെ ഇതിൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ആവാനോ ഒരുപാട് കട്ടിയാവാനോ നിൽക്കേണ്ടത്, ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കർ എടുത്ത് ഒരല്പം എണ്ണ തടവിയതിന് ശേഷം കുറച്ച് നമ്മുടെ മൈദമാവിനെ ഒന്ന് ഇട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സ് അതിലോട്ടങ്ങ് വീഴ്ത്തിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുക. അതായത് ഇതിനടുത്ത് 2 തട്ട് അത്രയേ ഉള്ളൂ. ഇതേ സമയം തന്നെ നമ്മൾ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മുടെ ദോശക്കല്ല് ഇവിടെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ അടുപ്പിലോട്ട്. എന്നിട്ട് ഇത് അടച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിൽ എനിക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ കുക്കറിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവം ഞാൻ ലൈവ് നടത്തുന്നുണ്ട്, പിള്ളേർക്ക് കാണണം എന്ന് പറഞ്ഞു കേക്ക്. അങ്ങനെ ലൈവിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നല്ല രീതിക്ക് കട്ട് ചെയ്ത് ഇതെടുത്തു. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയല്ലേ? ഇതുപോലൊരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക് കൊണ്ട് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് നമുക്ക് ആരോഗ്യകരമാക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.